This call is now being recorded. So, okay, good morning to all. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ് സർ. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ME204 മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് അബൌട്ട് കാസ്റ്റിംഗ്. അപ്പോൾ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് കാസ്റ്റിംഗ് എന്നുള്ളത്. നമുക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്ത ഫൗണ്ടറി പ്രോസസ്സൊക്കെ വരുന്ന ഒരു മൊഡ്യൂൾ അല്ലേ? സോ അതിൽ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ മോൾഡ് ഈസ് ദർ, പാറ്റേൺ ഈസ് ദർ, ദർ ഇസ് എ ഗേറ്റിംഗ് സിസ്റ്റം. സോ ഇൻ ഗേറ്റിംഗ് സിസ്റ്റം ഒരു റൈസർ ഡിസൈനിൻ്റെ ചില പ്രോബ്ലംസ് വരാം. സോ ഓൾറെഡി നമ്മൾ എലവൻസ് നോക്കി അല്ലേ? മെഷീനിങ് എലവൻസ് ഈസ് ദർ, ഷ്രിങ്കേജ് എലവൻസ്, ഡ്രാഫ്റ്റ് ഓർ ടാപ്പർ എലവൻസ് ഈസ് ദർ. സോ അതിൽ നമ്മളൊരു പ്രോബ്ലം നോക്കി. അപ്പോൾ അവിടെ നിന്നൊരു പ്രോബ്ലം വരാം നിങ്ങൾക്ക്. ഈ ഷ്രിങ്കേജ് എലവൻസ് ആ രീതിയിൽ ഇപ്പം ഇന്നലെ നമ്മൾ നോക്കിയ പോലത്തെ ഒരു പ്രോബ്ലം വരാം. ഇങ്ങനെ പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് ഗേറ്റിംഗ് സിസ്റ്റത്തിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ നിന്നും പ്രോബ്ലംസ് വരാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ യെസ്റ്റർഡേ നമ്മൾ സ്പ്രൂ നോക്കി, പോറിംഗ് ബേസിൻ സ്പ്രൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ടുഡേ നമ്മൾ നോക്കുന്നത് ഗേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ നോക്കി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ്സ് ദേ ആർ ഓൾസോ കോൾഡ് ഇൻ ഗേറ്റ്സ്. നമുക്ക് ഫിഗറിൽ കാണാം. എവിടെയാണ് നിങ്ങൾക്ക് കാണുന്നത് അല്ലേ? സി, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് ഗേറ്റ് അല്ലേ? സോ വൈൽ ഡൂയിങ് അവർ experiment in workshop last year when we are doing the in our experiment in workshop, we are using a gate cutter to cut the gate. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ഷീറ്റ് മെറ്റലിൻ്റെ ഒരു കർവ് ചെയ്ത സാധനം ഉണ്ടാവും അല്ല, അത് വെച്ചിട്ട് നമ്മളൊരു ഗേറ്റ് കട്ടർ, അതിനെ ഗേറ്റ് കട്ടർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഈ സാൻഡിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് കളയും അല്ലേ? എന്തിനാണ്? നമ്മൾ ഒഴിക്കുന്ന ഈ സ്പ്രൂ, പോറിംഗ് ബേസിൻ വഴി സ്പ്രൂവിലേക്ക് ഒഴിക്കുന്ന ഈ കാസ്റ്റ് ആ ഗേറ്റ് വഴി ഒഴുകി ഇതിലേക്ക് പോകും. നമ്മളെ ആ ഒരു മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു ക്യൂബ് കൊണ്ട് അതിലേക്ക് പോകും. സോ അതാണ് ആ ഒരു പാർട്ടിനെ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ ദർ ഇസ് നോ റണ്ണർ. ഓക്കെ, റണ്ണേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ബിഗ് കാസ്റ്റിക്കിൻ്റെ കേസിൽ റണ്ണേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ റണ്ണേഴ്സ് എന്നാണ് ഈ ഗേറ്റ് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കുക. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഒരുപാട് ഗേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഗേറ്റ്സ് ഓൾസോ കോൾഡ്, ദേ ആർ ഓൾസോ കോൾഡ് ഇൻ ഗേറ്റ്. ഇപ്പോൾ ഗേറ്റിനെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഈ ഗേറ്റ് എന്നായിരിക്കുമല്ലോ അതിന് പറയുന്നത്, ഇൻ ഗേറ്റ്സ്. ഓക്കെ, സോ ദീസ് ആർ ഓപ്പണിംഗ്സ് ത്രൂ വിച്ച് ദ മോൾട്ടൺ മെറ്റൽ എൻറ്റേഴ്സ് ദി മോൾഡ് ക്യാവിറ്റി. Okay, again after the casting is solidified, we have to break this gate അല്ലേ? ആ ഗേറ്റ് നമ്മൾ പൊളിച്ച് കളയും. ഓക്കെ, സോ the cross section of the in-gate should be made in such a way that it can be readily broken off after casting solidification. Okay, and also it should allow the metal to enter quietly into the mold cavity. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ ഗേറ്റിന് വേണ്ടത്. അത് ഈ മോൾഡ് ക്യാവിറ്റിയിലേക്ക് സ്മൂത്ത് ആയിട്ട് നമ്മളെ മോൾട്ടൺ മെറ്റലിൻ്റെ എൻട്രി പോസിബിൾ ആക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി in such a way that is the cross section should be in such a way that it can be readily broken off after the solidification of the molten metal. Okay, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളായുള്ളത്. സോ depending of the various application there are 4 types of gates used. Okay, 4 type gate ഉണ്ട്. The first one is parting gate, top gate, bottom gate and step gate. 4 type gate ഉണ്ട്. Okay, so എന്താണ് പാർട്ടിംഗ് ഗേറ്റ് നോക്കി? ഫസ്റ്റ് വൺ, ആസ് ദ നെയിം ഇംപ്ലൈസ് ദ മെറ്റൽ എൻറ്റേഴ്സ് ദ മോൾഡ് അറ്റ് ദ പാർട്ടിംഗ് പ്ലെയിൻ. എന്താണ് ഈ പാർട്ടിംഗ് പ്ലെയിൻ? പാർട്ടിംഗ് പ്ലെയിൻ ഇസ് ദ പ്ലെയിൻ ഡിവൈഡിങ് ദി കോപ്പ് ആൻഡ് ഡ്രാഗ്. കോപ്പ് ആൻഡ് ഡ്രാഗ് നമുക്കറിയാം അല്ലേ? കാരണം നമ്മൾ മോൾഡിംഗ് ഫ്ലാസ്കിന് 2 യൂണിറ്റ് ഉണ്ടല്ലേ, 2 ഭാഗമുണ്ട്. 2 parts are there. ഫസ്റ്റ് ഇസ് ദ ടോപ്പ് പോർഷൻ ഇസ് കോൾഡ് ദ കോപ്പ് ആൻഡ് ദ ബോട്ടം പോർഷൻ ഇസ് കോൾഡ് ദി ഡ്രാഗ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? പാർട്ടിംഗ് എന്ന് പറയുന്നത്, പാർട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പാർട്ടിംഗ് പ്ലെയിനിലെ കൂടിയാണ് നമ്മൾ ഈ പാർട്ടിംഗ് ഗേറ്റ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിഗർ ഉണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സി 2.27 ആയിട്ട് ഇവിടെ കാണിക്കുന്ന ഈ ഫിഗറാണ് പാർട്ടിംഗ് ഗേറ്റ്. ഇപ്പോൾ കേഴ്സർ കാണിക്കുന്ന ആ ഫിഗർ. സി ഈ വെർട്ടിക്കലായിട്ട് കാണുന്ന എന്തായിരുന്നു? നമ്മളെ മോൾഡ് ഒഴിക്കുന്ന ആ ഭാഗം അല്ലേ? അതിൻ്റെ പേര് എന്തായിരുന്നു? സ്പ്രൂ അല്ലേ? ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇത് മോൾഡ് ക്യാവിറ്റിയാണ്. സ്പ്രൂ നിന്ന് മോൾഡ് ക്യാവിറ്റിയിലേക്ക് നമ്മളൊരു ഗേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഈ കേസിൽ ഇവിടെ ഒരു റണ്ണറും കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ആ പാർട്ടിംഗ് പ്ലെയിനിന് ജസ്റ്റ് ബിലോ ആയിട്ടാണുള്ളത് അല്ലേ? സോ പാർട്ടിംഗ് ഗേറ്റ് ഈസ് യൂസ്ഡ് വെൻ വി ആർ ഡൂയിങ് അവർ ഫൗണ്ടറി ഓപ്പറേഷൻ, അവർ ഫൗണ്ടറി എക്സ്പെരിമെൻറ്റ്. നമ്മുടെ ഫൗണ്ടറി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തത് പാർട്ടിംഗ് ഗേറ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ്? കോപ്പർ റിമൂവ് ചെയ്തു. ആ ഡ്രാഗ് പോർഷനിൽ ഓൾറെഡി റാം ചെയ്ത സാൻ ഉണ്ട്. അതിൽ നമ്മൾ മോൾഡ് ക്യാവിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ പാർട്ടിംഗ് ഗേറ്റ് കട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? സോ നമ്മൾ യൂസ് ചെയ്ത ഗേറ്റ് ഏതായിരുന്നു? പാർട്ടിംഗ് ഗേറ്റ് ആയിരുന്നു നമ്മളത് കട്ട് ചെയ്തത് അല്ലേ?
Second one is the top gate. Top gates are usually limited to small and simple mold or larger castings made in molds of erosion resistant material. എന്താണ് സോ ടോപ്പ് ഗേറ്റിന്റെ ഫിഗർ കാണിക്കാം, എന്നിട്ട് അത് പറയാം. ഫസ്റ്റ് ഫിഗർ ആണ് ടോപ്പ് ഗേറ്റിന്റെ. ടോപ്പ് ഗേറ്റിന്റെ കേസിൽ നോക്കിയാൽ ജസ്റ്റ് മോൾഡ് ക്യാവിറ്റിന് ജസ്റ്റ് എബോവ് എന്നാണ് ഈ ഗേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ വേർഡ് മീനിങ് ഗേറ്റ് പറഞ്ഞാൽ എന്താണ്, ഒരു വീട്ടിലേക്കുള്ള ഒരു എൻട്രി ആണല്ലോ ആ ഗേറ്റ്. അല്ല, ഗേറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം, ഗേറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് ഗേറ്റ് എവിടെ വെക്കും? ഒന്ന് നിങ്ങൾ സാധാരണയായിട്ട് ഗേറ്റ് വീടിന്റെ നേരെ മുന്നിലേക്ക്, അല്ലെ, നേരെ നോക്കുമ്പോൾ നേരെ മുന്നിലായിട്ടാണ് ഗേറ്റ് ഉണ്ടാവില്ല. പക്ഷേ ചില കേസിൽ സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സൈഡിലായിരിക്കും ഗേറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെ, വണ്ടിയൊക്കെ കയറ്റാനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഗേറ്റ് നമുക്ക് പല സ്ഥലത്ത് വെക്കാം. അതുപോലെ തന്നെ മോൾഡ് ക്യാവിറ്റി ഓൾസോ വി ക്യാൻ പ്ലേസ് ദിസ് ഗേറ്റ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ ബേസ്ഡ് ഓൺ ദാറ്റ് ദർ ആർ 4 types. ഫസ്റ്റ് ആണ് പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ ഈസ് ടോപ്പ് ഗേറ്റ്. ടോപ്പ് ഗേറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് എബോവ് ദി മോൾഡ് ക്യാവിറ്റി. മോൾഡ് ക്യാവിറ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന രീതിയിലാണ് ഗേറ്റ് ഉള്ളത്. അപ്പോൾ ഗേറ്റ് ക്യാവിറ്റി, ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രം ഗേറ്റ് ഈസ് ദ ഫൈനൽ പൊസിഷൻ വേർ ദി മോൾട്ടൺ മെറ്റൽ വിൽ എൻ്റർ ഡയറക്ട്ലി ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി. മോൾഡ് ക്യാവിറ്റിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്ഥലമാണ് ഗേറ്റ്, അല്ലെ. ഗേറ്റിൽ നിന്ന് വരുന്ന ഈ മോൾട്ടൺ മെറ്റൽ എവിടത്തേക്കാണ് ഡയറക്റ്റ് ആയിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ദി മോൾഡ് ക്യാവിറ്റി. സോ ഇഫ് ദ ഗേറ്റ് ഈസ് ഇൻ ദ ടോപ്പ്, what will happen? It is directly flowing or directly hitting into the mold cavity. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ എന്ത് സംഭവിക്കും? there are chances of erosion. erosion എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു സാൻഡിൻ്റെ ഒരു സ്ഥലമുണ്ട്, സാൻഡുള്ള. നിങ്ങൾ അതിലേക്ക് താഴെ നിന്ന് പതുക്കെ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? there will not be any distortions or movement of the sand. പക്ഷെ നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്ന് വെള്ളം ഒഴിക്കുകയാണെങ്കിലോ ആ സാൻഡ്, അവിടെയുള്ള സാൻഡൊക്കെ മൂവ് ചെയ്യും, അല്ലെ, കുറച്ച് മൂവ് ചെയ്ത് അവിടെ ഒരു കുഴി പോലെയാവും. അപ്പോൾ ഈ സാൻഡിന്റെ മൂവ്മെന്റ്, അതിനെ നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ടോപ്പ് ഗേറ്റിന്റെ പ്രത്യേകത? ദ ടോപ്പ് ഗേറ്റ്സ് ആർ യൂഷ്വലി ലിമിറ്റഡ് ടു സ്മോൾ ആൻഡ് സിമ്പിൾ മോൾഡ്. സ്മോൾ ആൻഡ് സിമ്പിൾ മോൾഡ്സിൽ നമുക്ക് ടോപ്പ് ഗേറ്റ്സ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇല്ലെങ്കിലോ വി ക്യാൻ ഓൾസോ യൂസ് ഫോർ ലാർജ് കാസ്റ്റിംഗ്സ് മെയ്ഡ് ഇൻ മോൾഡ്സ് ഓഫ് ഇറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ. ഇറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ലാർജ് മോൾഡ്സിലും അത് യൂസ് ചെയ്യാം. ഓക്കെ, then third one is the bottom gate. ഇപ്പോൾ ടോപ്പ് ഗേറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. third one is the bottom gate. In the bottom gating system, the molten metal flows down the bottom of the mold cavity in the drag and enters the bottom of the casting and rises gently in the mold and around the cores. അപ്പോൾ കോർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലതിൽ കോർ ഉപയോഗിക്കില്ല, ചിലതിൽ കോസ് ഉപയോഗിക്കും. ഓക്കെ, സോ ബോട്ടം ഗേറ്റ് എവിടെയാണെന്നുള്ളത് ബോട്ടത്തിൽ. അപ്പോൾ സി ദ തേർഡ് ഫിഗർ, ബോട്ടം ഗേറ്റ്. ബോട്ടം ഗേറ്റിൽ നോക്കിയോ, ഈ ഗേറ്റിന്റെ എൻട്രി എങ്ങനെയാണ്? ബിലോ ദ മോൾഡ് ക്യാവിറ്റി, ഫ്രം ദ അണ്ടർ സൈഡ് ഓഫ് ദി മോൾഡ് ക്യാവിറ്റി. താഴെ നിന്നാണ് ഇതിന്റെ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി അവിടെ ഒരു ഹോൺ ഷേപ്പിലുള്ള ഗേറ്റ് ആണുള്ളത്, അല്ലെ. ഹോൺ ഷേപ്പിലാണ് അതിന്റെ സ്പ്രൂവും ഗേറ്റും ഒക്കെ ഹോൺ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, ഇൻ ദിസ് കേസ് ദ ടർബുലൻസ് ആൻഡ് മോൾഡ് ഇറോഷൻസ് ആർ ദ ലീസ്റ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താവും, ദ ഫ്ലോ വിൽ ബി വെരി സ്ലോ, അല്ലെ. സ്ലോ ഫ്ലോ ആയാലും എന്താ, അതിന്റെ വെലോസിറ്റി, അതിന്റെ സ്പീഡ് കുറവാണെങ്കിൽ ടർബുലൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നതല്ല. സോ ദ ഇറോഷൻ ഓൾസോ വിൽ ബി മിനിമം. ഓക്കെ, സോ അതാണ് അതിന്റെ പ്രത്യേകത. ബോട്ടം ഗേറ്റിന്റെ കേസിൽ ദ ടർബുലൻസ് ആൻഡ് മോൾഡ് ഇറോഷൻസ് വിൽ ബി ദ ലീസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് വൺ ഈസ് സ്റ്റെപ്പ് ഗേറ്റ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഗേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി ദ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സും ചോദിക്കും. ഓക്കെ, സ്റ്റെപ്പ് ഗേറ്റ്. In a step gate, the metal enters the mold cavity through a number of in gates which are arranged in vertical steps. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ആയിട്ട് കുറേ ഗേറ്റ്സ് ഉണ്ടാവും. നമ്മൾ ആദ്യം കണ്ട ഫിഗർ പോലെ. സി ദിസ് ഈസ് ദ ഫിഗർ ഫോർ സ്റ്റെപ്പ് ഗേറ്റ്. സ്റ്റെപ്പ് ഗേറ്റ് നോക്കിയാൽ കുറേ വെർട്ടിക്കൽ ആയിട്ട് കുറേ ഗേറ്റ്സ്, ഇൻ ഗേറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ, അല്ലെ. മോൾഡ് ക്യാവിറ്റി ഉണ്ട്, റണ്ണർ വഴി വന്നു. സി ഡിഫറെന്റ് ഗേറ്റ്സ് ആർ ദർ. അപ്പോൾ ഡിഫറെന്റ് ഗേറ്റ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് എൻ്റർ ചെയ്യുന്നതിലേക്ക്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. The size of in gates are normally increased from top to bottom, such that metal enters the mold cavity from the bottommost gate and then progressively moves to the higher gates. This ensures a gradual filling of the mold without any mold erosion and produces a sound casting. എന്താണ് പറഞ്ഞത്? See, in step gates there are stepwise arrangement of the in gates, അല്ലെ.
ഒരുപാട് ഗേറ്റ്സ് ഉണ്ടാവും. അത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് മോസ്റ്റ് ഒരു ഗേറ്റ് ഉണ്ടാവും, ബോട്ടം മോസ്റ്റ് ഒരു ഗേറ്റ് ഉണ്ടാവും അല്ലേ. ബോട്ടം മോസ്റ്റ് ഗേറ്റിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. ബിക്കോസ് ഫസ്റ്റ് ഇനീഷ്യൽ ഫ്ലോ ഒക്കെ ഈ ബോട്ടം മോസ്റ്റ് ഗേറ്റിലൂടെ ആയിരിക്കും വരുന്നത് അല്ലേ. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് വെർട്ടിക്കലായിട്ടാണുള്ളത് അല്ലേ. എന്തിനാണ് അത് സ്മൂത്ത് എൻട്രി നമുക്ക് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താഴോട്ട് വരുന്നതനുസരിച്ച് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ച് കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് ഗേറ്റ്സ്. ഇപ്പോൾ ഗേറ്റ്സ് ഉണ്ട്. എന്തിനാണ് ഗേറ്റ്സ് വെക്കുന്ന അറിയാം. ഗേറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഓപ്പണിംഗ് ത്രൂ വിച്ച് ദ മോൾട്ടൺ മെറ്റൽ എൻറ്റേഴ്സ് ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി. ആൻഡ് അതിന്റെ വേണ്ട പ്രത്യേകത എന്താണ്? ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ ക്രോസ് സെക്ഷൻ ദാറ്റ് ക്യാൻ ബി റെഡിലി ബ്രോക്കൺ ഓഫ് ആഫ്റ്റർ കാസ്റ്റിംഗ് സോളിഡിഫിക്കേഷൻ. And also it should allow the quiet flow of the molten metal into the mold cavity. There are 4 types of gates: parting gate, top gate, bottom gate, and step gate. Parting gate is the one which we have used in our experiment last year. And there are also top gate, bottom gate, and step gate. Top gate in the case it can be used only for small castings or for large casting which are made out of mold of erosion resistant material, because there are chances to happen erosions. Okay, bottom gate there will be the erosion and the turbulence will be least because the molten metal will enter from the bottom of the mold cavity. Step gates, there are certain vertical steps in which the molten metal can enter into the mold cavity. So അവിടെ ചെയ്യുന്നതാണ് bottommost gate. അതായത് from top to bottom the size of the gate increases. എന്തിനാണ്? For gradual filling of the mold without any mold erosion. So it will produce a sound casting. So ഇതാണ് ഗേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് റൈസർ. സോ വാട്ട് ഈസ് എ റൈസർ? റൈസേഴ്സ് ആർ റിസർവോയേഴ്സ്. റൈസർ നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ സ്ക്രൂ പിൻസ് വെച്ച് ചെയ്യുന്നതാണ് റൈസർ അല്ലേ. പൊങ്ങി വരുന്നത് അല്ലേ, മോൾട്ടൺ മെറ്റൽ പൊങ്ങി വരുന്നുണ്ട് ലാസ്റ്റ്, അതിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത് അല്ലേ. സോ റൈസേഴ്സ് ആർ റിസർവോയേഴ്സ് ഡിസൈൻഡ് ആൻഡ് ലൊക്കേറ്റഡ് ടു ഫീഡ് മോൾട്ടൺ മെറ്റൽ ടു ദി സോൾഡിഫൈങ് കാസ്റ്റിംഗ് ടു കോമ്പൻസേറ്റ് ഫോർ സോൾഡിഫിക്കേഷൻ ഷ്രിങ്കേജ്. നമുക്കറിയാം മോൾട്ടൺ മെറ്റൽ എപ്പോഴും എന്ത് ചെയ്യും? ഓൾറെഡി നമ്മളത് ഫില്ല് ചെയ്താൽ അത് ഷ്രിങ്ക് ചെയ്യും അല്ലേ. ഷ്രിങ്ക് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ സ്കാർസിറ്റി ഇൻ അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു, നമ്മൾ മോൾഡ് ക്യാവിറ്റിയിൽ മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്താൽ അത് സോൾഡിഫൈ ചെയ്യുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്യും. സോ ആ ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്താണ്? അത് ചുരുങ്ങുന്നതാണല്ലേ. സോ ഇൻ ഓർഡർ ടു ബാലൻസ് ഫോർ ദാറ്റ് ഷ്രിങ്കേജ് വി നീഡ് ടു സപ്ലൈ ഫ്യൂ മോർ എമൗണ്ട് ഓഫ് ദിസ് മോൾട്ടൺ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിസർവോയറിൽ നമ്മളത് എവിടെയെങ്കിലും വെക്കണം, ശരിയല്ലേ. എന്നാൽ മാത്രം ഇത് ഷ്രിങ്കേജ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ഇത് ഷ്രിങ്ക് ചെയ്യുന്നതല്ല, ടൈം എടുത്ത് ഷ്രിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ടൈം എടുത്ത് ഷ്രിങ്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വി നീഡ് ടു മേക്ക് സം അറേഞ്ച്മെന്റ്സ് ടു സപ്ലൈ ദ മോൾട്ടൺ മെറ്റീരിയൽ. So in order to that we will use a particular part called riser. So riser will act as a reservoir. Okay, so risers are reservoirs designed and located to feed molten metal to the solidifying casting to compensate for solidification shrinkage. അപ്പോൾ സോളിഡിഫിക്കേഷൻ ഷ്രിങ്കേജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസർവോയർ, ഒരു ടാങ്ക് പോലത്തെ സംഭവമാണ് റൈസർ അല്ലേ. ഫങ്ഷൻസ് എന്തെല്ലാം റൈസറിന്റെ? ഒരു 2-3 ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, റൈസർ സെർവ് ആസ് എ വെന്റ് ഫോർ സ്റ്റീം ആൻഡ് ഗ്യാസസ് ആൻഡ് ജനറേറ്റഡ് ആസ് മോൾഡ് ക്യാവിറ്റീസ് ബീങ് ഫിൽഡ് അപ്പ് വിത്ത് മോൾട്ടൺ മെറ്റൽ. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോൾട്ടൺ മെറ്റൽ സ്ക്രൂ വഴി ഒഴിക്കുന്ന സമയത്ത് ദർ മേ ബി സർട്ടൻ ഗ്യാസസ് ആൻഡ് അതർ സ്റ്റീം വിച്ച് ആർ ട്രാപ്ഡ് ഇൻസൈഡ് ദ മോൾഡ് ക്യാവിറ്റി. സോ അതിൻ്റെ ഒരു ഈസിലി റിമൂവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെൻ്റായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ. Then on seeing the rising molten metal through it, it is ensured that mold cavity has been completely filled. നമുക്ക് ഈ ഇതിൽ പൊങ്ങി വരും അല്ല, റൈസറിലൂടെ ഈ മോൾട്ടൺ മെറ്റീരിയൽ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, ഈ ക്യാവിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് മോൾട്ടൺ മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. തേർഡ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ റൈസർ ഓൾസോ ആക്ട് ആസ് എ റിസർവോയർ ആൻഡ് ഫീഡ് മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി ടു കോമ്പൻസേറ്റ് ഫോർ ദ സോൾഡിഫിക്കേഷൻ ഷ്രിങ്കേജ് ഓഫ് കാസ്റ്റിംഗ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇതിൽ നിന്ന് പൊങ്ങി വന്നു, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ദ മോൾഡ് ക്യാവിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ദി this cast material or molten material. So after that it will begin to solidify അല്ലേ. as time moves it will begin to solidify. അപ്പോൾ സോൾഡിഫൈ ചെയ്യുമ്പോൾ അത് ചുരുങ്ങും അല്ലേ. ആ ചുരുങ്ങുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ ദ റൈസർ, ഇൻ ദാറ്റ് റിസർവോയർ ഇറ്റ് ഈസ് ദെയർ. സോ ഷ്രിങ്കേജിനനുസരിച്ച് ആ റിസർവോയറിന് താഴേക്ക് പോയിക്കോളും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സോൾഡിഫിക്കേഷൻ ഷ്രിങ്കേജിനെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് റൈസർ. അപ്പോൾ ഡോണ്ട് കൺഫ്യൂസ്, റണ്ണർ ഈസ് ദെയർ, then gate is there, riser is there, screw is there, pouring basin is there. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് അതിൻ്റെ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ട്. ഓക്കെ, സോ ഇവിടെയാണ് റൈസർ ഉണ്ടാകുന്നത് അല്ലേ. ഈ വെർട്ടിക്കൽ ഇതിനാണ് റൈസർ എന്ന് പറയുന്നത്. ഓക്കെ.
ഇതിനാണ് നമ്മൾ സ്പ്രൂ എന്ന് പറയുന്നത് അല്ലേ, ഒഴിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഈ റൈസറും സ്പ്രൂവും നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ലാബിൽ? വി യൂസ്ഡ് സ്പ്രൂ പിൻസ് അല്ലേ. സ്പ്രൂ പിൻസ് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടാവും നമുക്ക്. ദ നെക്സ്റ്റ് വൺ ഈസ് റൈസർ ഡിസൈൻ. റൈസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസൈൻ ഹാസ് ഗോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് ഇൻ ദിസ് ഗേറ്റിംഗ് സിസ്റ്റം. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് റൈസർ ഡിസൈൻ. So what should be the shape of the riser? What should be the dimension of the riser? These all are important factors. So for a given size, the riser should be designed with a high volume to surface area ratio. എപ്പോഴും നമ്മൾ റൈസർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, അതിൻ്റെ ഷേപ്പ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ വോളിയം ടു സർഫസ് ഏരിയ. അതായത് വോളിയം ബൈ സർഫസ് ഏരിയ നോക്കിയാൽ ആ ഒരു റേഷ്യോ ഇറ്റ് ഷുഡ് ബി ഹൈ. അപ്പോൾ നമുക്ക് ഹൈ വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണ്? നമുക്ക് സ്പെരിക്കൽ ഷേപ്പ് ഈസ് ദ വൺ വിച്ച് ഗിവ്സ് എ ഹൈ വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ. ബട്ട് വി നോ ദാറ്റ് വി കാൺട്ട് യൂസ് എ സ്പെരിക്കൽ ഷേപ്ഡ് riser in mold or in castings. Okay, so the second option is, there are many options like cylindrical is there, rectangle is there. So among that, the next best option is cylindrical shape. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ ഷേപ്പ് പറഞ്ഞാൽ അതിൽ ടാപ്പർ വരാം, കുറച്ച് കോണിക്കലൊക്കെ ആവാം, ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ബട്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് നെക്സ്റ്റ് ബെസ്റ്റ് വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ തരുന്നത്. So we are preferring a high volume to surface area ratio. So we are going for a cylindrical shape. Okay. The riser size for a given casting can be obtained from the following relations. So അതിനു വേണ്ടി നമ്മൾ രണ്ട് റിലേഷൻസ് പഠിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൊറിനോവ്സ് റൂൾ ആൻഡ് കെയ്ൻസ് മെത്തേഡ്. കൊറിനോവ്സ് റൂൾ സ്പെല്ലിംഗ് നോട്ട് ചെയ്യുക, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. കൊറിനോവ്സ് റൂൾ ആൻഡ് കെയ്ൻസ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും സീലാണ് തുടങ്ങുന്നത്. കൊറിനോവ്സ് റൂൾ ആൻഡ് കെയ്ൻസ് മെത്തേഡ്. So these are the two relations or some equations related to the riser design. Riser size നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് റിലേഷൻസ്. ഫസ്റ്റ് വൺ ഇസ് കൊറിനോവ്സ് റൂൾ. കൊറിനോവ്സ് റൂൾ ഫോർ മെറ്റൽ കാസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഫ്രീസിംഗ് or total solidification time for a casting is a function of the ratio of volume to surface area. So ഈ രണ്ട് റൂളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ ഫ്രീസിംഗ് ടൈം ആണ്. ഓക്കെ, അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ ടൈം. ഓക്കെ, അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെയും റൈസറിൻ്റെയൊക്കെ ഈ സോളിഡിഫിക്കേഷൻ ടൈമാണ് നമ്മളോട് കണ്ടുപിടിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് സോളിഡിഫിക്കേഷൻ ടൈം വി ക്യാൻ ഹാവ് എ suitable design, give a suitable design for the riser. Okay, അപ്പോൾ സോളിഡിഫിക്കേഷൻ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ കൊറിനോസ് റൂൾ ഫോർ മെറ്റൽ കാസ്റ്റിംഗ് സ്റ്റേറ്റ് ദാറ്റ് ദി ടോട്ടൽ സോളിഡിഫിക്കേഷൻ ടൈം ഫോർ എ കാസ്റ്റിംഗ് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ദ റേഷ്യോ ഓഫ് വോളിയം ടു സർഫസ് ഏരിയ. എന്ന് വെച്ചാൽ എന്താണ് സോളിഡിഫിക്കേഷൻ ടൈം? ടി ഈസ് ഈക്വൽ ടു, or ടി വിൽ ബി ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് V by A. ഓക്കെ, ടി വിൽ ബി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് V by A. അതിന് ആ ഫംഗ്ഷൻ നമ്മൾ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. That is a C. That is solidification time T is equal to that constant C into V by A the whole square. So that is the equation. The C is a constant that depends on the mold material and metal properties like latent heat and temperature. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊരു കോൺസ്റ്റന്റ് പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് പ്രോബ്ലത്തിൽ തരുന്നതായിരിക്കും. Okay, so the equation is the solidification time small t is equal to the constant C into V by A the whole square, where V is the volume and A is the surface area, the whole square, and that is the Korenhoff's rule. So based on that we will get the solidification time. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. എങ്ങനെയാണ്? ബെസ്റ്റ് റൈസർ ഈസ് വൺ whose V by A the whole square is 10 to 15% larger than that of the casting. ഓക്കെ, അതായത് ബെസ്റ്റ് റൈസർ എന്ന് പറയുന്നത് ഈ V by A റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ നമുക്ക് എടുക്കാം. ഏതിൻ്റെയൊക്കെ എടുക്കാം? നമുക്ക് റൈസറിൻ്റെ എടുക്കാം അല്ലേ, വോളിയം ടു സർഫസ് ഏരിയ. നമുക്ക് കാസ്റ്റിൻ്റെ എടുക്കാം വോളിയം ടു സർഫസ്. നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ അറിയാം. ഏത് കാസ്റ്റിൻ്റെ ഡയമെൻഷൻസ് നമുക്കറിയാം. നമുക്ക് റൈസർ ഡയമെൻഷൻ ഇസ് ദ വൺ വാട്ട് വി ഹാവ് ടു ഡിസൈൻഡ്. സോ ദ V by A റേഷ്യോ, ദ V by A ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബെസ്റ്റ് റൈസർ ഈസ് വൺ in which the V by A whole square ratio is 10 to 15% larger than that of the castings. അപ്പോൾ 10 to 15% larger കാസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ ഈ റേഷ്യോ വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം റൈസർ. ഓക്കെ, ദാറ്റ് ഈസ് എ കണ്ടീഷൻ. സോ ദിസ് റൂൾ ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ solidification time of casting. Accordingly we can select the method of casting or the riser designs. So that is the first rule, Korenhoff's rule. Korenhoff's rule is not that much accurate. Certain limitations are there. ഓക്കെ, അപ്പോൾ എന്താണെന്നോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ദർ ഇസ് അനദർ മെത്തേഡ് ഓൾസോ കോൾഡ് കെയ്ൻസ് മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ കെയ്ൻസ് മെത്തേഡ് വെച്ചിട്ട് നമ്മളതൊരു
it is an experimentally determined value, or ഇത് നമ്മൾ അതായത് റൈസർ സൈസ് ഈസ് the determination of riser size is based on an experimentally determined hyperbolic relationship between two factors. അപ്പോൾ അതൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ റൈസർ സൈസുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ്, ഫ്രീസിങ് ടൈം ആൻഡ് വോളിയം ഓഫ് കാസ്റ്റിംഗ് ആൻഡ് റൈസർ. കാസ്റ്റിംഗും റൈസറിൻ്റെയും ഫ്രീസിങ് ടൈമും വോളിയം തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ടാണ് നമ്മൾ അത് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ റൈസർ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കെയ്ൻ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലേ. ഇഫ് ദ കാസ്റ്റിംഗ് സോൾഡിഫൈസ് ഇൻഫിനിറ്റ്ലി റാപ്പിഡ്ലി, അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് റാപ്പിഡ് സോൾഡിഫൈ ചെയ്യുന്ന ഒരു കാസ്റ്റ് ആണെങ്കിൽ ദെൻ the riser volume should be equal to solidification shrinkage of the casting. നമ്മുടെ കാസ്റ്റിംഗ് ഒരു റാപ്പിഡ് സോൾഡിഫൈ ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ സോൾഡിഫൈ വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഓർ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഇറ്റ് വിൽ സോൾഡിഫൈ എന്ന കണ്ടീഷൻ ആണെങ്കിൽ അത് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങും അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ റൈസർ വോളിയം ഷുഡ് ബി ഈക്വൽ ടു ദി സോൾഡിഫിക്കേഷൻ ഷ്രിങ്കേജ് ഓഫ് ദ കാസ്റ്റിംഗ്. ആ കാസ്റ്റിങ്ങിൻ്റെ സോൾഡിഫിക്കേഷൻ, കാരണം ഓരോ മെറ്റീരിയലിനും ഓരോ സോൾഡിഫിക്കേഷൻ ഷ്രിങ്കേജ് ആണ്. ഇപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന മെറ്റൽ ഈസ് such a way that it is having high shrinkage factor, that means it will shrink infinitely rapidly. അങ്ങനെ പെട്ടെന്ന് റാപ്പിഡ് ഷ്രിങ്കേജ് നടക്കുന്ന കാസ്റ്റിംഗ് ആണെങ്കിൽ in that the riser volume should be equal to the solidification shrinkage of the casting. അതാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. സെക്കൻഡ് വൺ, if the riser and casting solidify at the same rate, നമ്മൾ ഉപയോഗിക്കുന്ന കാസ്റ്റിങ്ങും റൈസറും സെയിം റേറ്റ് ഓഫ് സോൾഡിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. then the feeder means riser, then the riser should be infinitely large. രണ്ടും ഒരേപോലെ സോൾഡിഫൈ ആണെങ്കിൽ റൈസറിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുതലായിരിക്കണം. സോ ഇതാണ് അയാൾ പറയുന്ന 2 പോയിന്റ്സ്. അക്കോർഡിംഗ്ലി നമുക്ക് കെയ്ൻസ് ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 റിലേഷൻസ് നോക്കുന്നുണ്ട്. ഒന്ന് റിലേറ്റീവ് ഫ്രീസിങ് ടൈം ഓർ ഫ്രീസിങ് റേഷ്യോ RF. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക A/V, അതായത് ഏരിയ, സർഫസ് ഏരിയ ബൈ വോളിയം ഓഫ് ദ കാസ്റ്റിംഗ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ടു ദി വോളിയം ഓഫ് ദ റൈസർ ആക്കിയാൽ നമുക്ക് RF അല്ലെങ്കിൽ ഫ്രീസിങ് ടൈം ഉള്ള വാല്യൂ കിട്ടും. അതുപോലെ തന്നെ വോളിയം റേഷ്യോ RV നമുക്ക് കിട്ടും. എന്താണ്? വോളിയം ഓഫ് ദ റൈസർ ടു ദ വോളിയം ഓഫ് ദ കാസ്റ്റിംഗ്. സോ അവിടെ നോക്കിയാൽ അത് അതിൻ്റെ ഉൾട്ടയാണ്, തിരിച്ചിട്ടാണ്. RFൽ A/V റേഷ്യോ ഓഫ് കാസ്റ്റിംഗ് ടു A/V റേഷ്യോ ഓഫ് റൈസർ ആണ്. പക്ഷേ RV എന്ന് പറയുന്നത് വോളിയം ഓഫ് റൈസർ ടു വോളിയം ഓഫ് കാസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ we will get the Keynes formula by the relation RF is equal to small a divided by RV minus B plus C. അപ്പോൾ ഇതാണ് നമ്മൾ കെയ്ൻസ് ഫോർമുല. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഫ്രീസിങ് ടൈം കണ്ടുപിടിക്കുക. ഓക്കെ, ഫ്രീസിങ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ABCൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അത് ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റൈസർ ഡിസൈൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. ഓക്കെ, സോ വേർ ABC ആർ കോൺസ്റ്റൻസ് എന്താണെന്ന് തന്നിട്ടുണ്ട്. 3 കോൺസ്റ്റന്റ് ആണ്. സ്മോൾ a, സ്മോൾ b, സ്മോൾ c. സോ ദിസ് ഈസ് ദ റിലേഷൻ RF is equal to A/RV minus B plus C. ഓക്കെ, ഇപ്പോൾ കെയ്ൻസ് മെത്തേഡ് നോക്കി ഇതുപോലത്തെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. RFും RVയും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ഡിറ്റർമൈൻ ദ റൈസർ സൈസ് ഫോർ എ ഗിവൺ കാസ്റ്റിംഗ്, ദ ഡയമീറ്റർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ റൈസർ ആർ അസ്യൂംഡ്. ഇപ്പോൾ ഇനീഷ്യലി വി വിൽ അസ്യൂം ദ ഡയമീറ്റർ ആൻഡ് ഹൈറ്റ് അല്ലേ. നമുക്കത് രണ്ടുമാണ് വേണ്ടത്, കാരണം സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമുക്ക് കൊടുക്കുന്നത്. സോ വിൽ അസ്യൂം ദി അപ്പോൾ അവിടെ കൊടുത്തില്ല ടാപ്പർ എലവൻസും നമുക്കത് ഈസിലി റിമൂവ് ചെയ്യാനൊക്കെയാണ് ടാപ്പർ കൊടുക്കാനുള്ള ഒരു റീസൺ അല്ലേ ഈ റൈസറിന്. The diameter and height of the riser are assumed. Then, knowing the values of A, B, and C, the values of RF and RV are calculated and plotted on hyperbolic curve as shown in the figure. In case the values of RF and RV meets the above curve, the assumed riser size is satisfactory. Otherwise, a new assumption is made. Okay, അപ്പോൾ ഈ ഒരു ഹൈപ്പർബോളിക് കർവിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അത് സൗണ്ട് കാസ്റ്റിംഗ് ആണെന്ന് പറയാം. താഴേക്ക് വരികയാണെങ്കിൽ അത് ഡിഫക്റ്റീവ് കാസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മളെ ഈ RFും RVയും വാല്യൂം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ, വി ആർ അസ്യൂമിങ് ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി റൈസർ. സോ ദാറ്റ് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന RFും RVയും വാല്യൂം, ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് അബവ് ദിസ് ഗ്രാഫ് വി ക്യാൻ സേ ദാറ്റ് ദ കാസ്റ്റിംഗ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് സൗണ്ട് കാസ്റ്റിംഗ്. ഓക്കെ, സോ ദ റൈസർ സൈസ് ഈസ് സാറ്റിസ്ഫാക്ടറി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കെയ്ൻസ് മെത്തേഡിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക 2 മെത്തേഡ് ഉണ്ട് റൈസർ ഡിസൈന് വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ ഈസ് എ കൊറിനോസ് റൂൾ, സെക്കൻഡ് വൺ ഈസ് കെയ്ൻസ് മെത്തേഡ്. രണ്ടിനും 2 ഇക്വേഷൻസ് ഉണ്ട്. കെയ്ൻസ് മെത്തേഡിൽ നമ്മളൊരു ഹൈപ്പർബോളിക് റിലേഷൻ ആണ്, ദാറ്റ് ഈസ് വി ആർ പ്ലോട്ടിങ് എ ഹൈപ്പർബോളിക് കർവ്. ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ അസ്യൂം ദ
riser sizes, diameter and height. Based on that, we will find out the RF value and RV value. If the RF and RV value what we calculated is coming on this graph, we can say that the riser size is satisfactory. If it is not coming, we have to again assume the height and diameter of the riser and we have to again calculate this value. അല്ലെ, അപ്പം അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമ്മളത് ഫൈനൽ അതിൻ്റെ ഡിസൈൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കെയ്ൻസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ടോപ്പിക്ക് റൈസറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഈസ് പോറിംഗ് ടൈം ഓർ പോറിംഗ് റേറ്റ്. നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു, പക്ഷെ ഞാൻ ആ റൈസർ നമ്മൾ ആ ഗേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു വരുമ്പോൾ just after the riser we have discussed the riser design methods. Next one is pouring time or pouring rate. Pouring time or pouring rate എവിടെ വരുന്നത്, നമ്മൾ ഈ കാസ്റ്റ് നമ്മൾ സ്ക്രൂ നമ്മൾ പോറിംഗ് ബേസിലേക്ക് ഒഴിക്കുന്ന അല്ലെ ആ ഒരു ടൈം. പോറിംഗ് ടൈം ഓർ പോറിംഗ് റേറ്റ് രണ്ട് സെയിം ആണ്. പോറിംഗ് റേറ്റ് മീൻസ് പോറിംഗ് ടൈം. സോ പോറിംഗ് ടൈം നമുക്കറിയാം, നമ്മൾ എന്താണ് ഇവിടെ പോർ ചെയ്യുന്നത്. വി ആർ പോറിംഗ് ദി മോൾട്ടൺ മെറ്റൽ, മോൾട്ടൺ മെറ്റീരിയൽ മീൻസ് മോൾട്ടൺ മെറ്റൽ ഓർ അലോയ്. ഓക്കെ, സോ വി ആർ പോറിംഗ് ഇറ്റ് ഫാസ്റ്റ്. മിനിമം ടൈമിൽ നമ്മൾ പോർ ചെയ്യണം. ഫാസ്റ്റ് ആയിട്ട് പോർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇനീഷ്യൽ ഫസ്റ്റ് പോകുന്ന പാർട്ടിക്കിളും ഫസ്റ്റ് പോകുന്ന ഇനീഷ്യലായിട്ട് പോകുന്നത്, അതായത് വിത്തിൻ ഇഫ് ഐ ആം പോറിംഗ് ദ സെയിം മെറ്റീരിയൽ, ടു കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഞാൻ ഒരു 10 സെക്കൻഡ്സിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മോൾഡ് ഫിൽ ചെയ്തു. ചെറിയൊരു മോൾഡാണ് വരിക, 10 സെക്കൻഡ്സിൽ ഫിൽ ചെയ്തു. ഇനീഷ്യലായിട്ട് അതിലെത്തുന്ന ഒരു പാർട്ട് ഓഫ് കാസ്റ്റ് ഉണ്ടാവില്ല. താഴെ ആദ്യം അതിൻ്റെ മുകളിൽ വന്ന് ടച്ച് ചെയ്യുന്നത് ഇനീഷ്യൽ ആദ്യത്തെ മോളിക്യൂൾ, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഡ്രോപ്പ് ഓഫ് മോളിക്യൂൾ ഉണ്ടാവും. ഈ രണ്ടും സെയിം റേറ്റ് ഓഫ് സോൾഡിഫിക്കേഷനിൽ പോകും അല്ലേ, കാരണം ഞാൻ 10 സെക്കൻഡിൽ അത് ഫിൽ ചെയ്തു. സെക്കൻഡ്ലി സെയിം എക്സ്പെരിമെന്റ് ഞാൻ ചെയ്യുമ്പോൾ ഞാനത് പോർ ചെയ്തത് വളരെ സ്ലോ ആയിട്ടാണ്. സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ടൈം എടുത്ത് ഞാൻ പോർ ചെയ്തു. 1 മിനിറ്റ് എടുത്തിട്ട് ഞാൻ സെയിം എമൗണ്ട് ഞാൻ പോർ ചെയ്തു ഈ ക്യാവിറ്റിയിലേക്ക്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇനീഷ്യലായിട്ട് എത്തിയ മോളിക്യൂൾസ് എല്ലാം സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ, കാരണം ഈ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തുടങ്ങും. ലാസ്റ്റ് എത്തിയ മോളിക്യൂൾസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് സോൾഡിഫൈ ചെയ്യാനുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് സോൾഡിഫിക്കേഷൻ ഡിഫേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കാസ്റ്റിംഗ്. Okay, so it will create some distortions and all. So pouring time is an important factor we should consider in casting. So pouring time is the time taken in pouring the molten metal in sprue for casting. It plays an important role as this time is to be adjusted according to the requirements of a good casting. Okay, so this pouring time we adjust cheyanam. The adjustment one, it depends on the material what we are using, the mold cavity, the volume of the mold cavity, the climate conditions, etc. There will be several factors. Okay, the pouring rate or the pouring time in general depends upon the casting material and the casting configurations. ഇപ്പോൾ പറഞ്ഞ പോലെ മെറ്റീരിയലും അതിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ, സൈസ്, ഷേപ്പ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇഫ് ദ pouring rate of a liquid metal is low, pouring rate is low, then the time taken to fill the mold cavity may be sufficiently low. അല്ലേ, pouring rate കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കൂടുതലെടുത്തു എന്നാണ് അല്ലേ, ശരിയല്ലേ? പതുക്കെ പോർ ചെയ്യുന്നതാണ്, സമയമെടുത്ത് പോർ ചെയ്യുന്നതാണ്, അപ്പോൾ ടൈം കൂടുതലെടുത്തു. ഇഫ് ദ pouring rate of liquid metal is low, then the time taken to fill the mold cavity may be sufficiently long and the molten metal may begin to solidify before the mold is completely filled. അപ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഫിൽ ആവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആദ്യം ഫിൽ ചെയ്ത ഭാഗത്ത് നിന്ന് അത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ശരിയല്ലേ, നമ്മൾ പതുക്കെയാണ് ഇത് ഒഴിക്കുന്നതെങ്കിൽ. ഓക്കെ, സോ ദിസ് കുഡ് ബി അവോയ്ഡഡ് ബൈ യൂസിങ് ഹയർ പോറിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പോർ ചെയ്യുന്ന ഈ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക അല്ലേ, അപ്പോൾ സോൾഡിഫൈ അത്ര പെട്ടെന്നാവില്ല. That is one case. But if you are doing like it will create some problems like in solubility and fluidity. Okay, so അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൾട്ടർനേറ്റീവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഹയർ പോറിംഗ് റേറ്റ് യൂസ് ചെയ്യുക അല്ലേ. നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുക, ഇത്ര പതുക്കെ ഒഴിക്കണ്ട, കുറച്ച് കൂടി സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താവും, എല്ലാവരും ഒന്നിച്ച് എല്ലാ മോൾട്ടൺ മെറ്റീരിയൽ ഒന്നിച്ച് തന്നെ സോൾഡിഫൈ ആവും. നമ്മൾ പതുക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് the first one will start solidifying, the last one will solidify afterwards only. So it will create a different അത് രണ്ട് ലെയേഴ്സ് ആയി ഇപ്പോൾ ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും. ഓക്കെ, സോ ആൾട്ടർനേറ്റീവ്ലി സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഹയർ പോറിംഗ് റേറ്റ് മേ ബി യൂസ്ഡ് അല്ലേ, ബട്ട് ദിസ് മേ കോസ് ഇറോഷൻ ഓഫ് ദ മോൾഡ് സർഫസ് ആൻഡ് ടർബുലൻസ്. അപ്പോൾ ഹയർ പോറിംഗ് റേറ്റ് യൂസ് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ ഒഴിക്കുകയാണ് അല്ലേ. സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ക്രിയേറ്റ് സം ടർബുലൻസ്. സ്പീഡ് കൂടുമ്പോൾ ടർബുലൻസ് ഉണ്ടാവും. ഓൾസോ സ്പീഡ് കൂടുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് അത് പോയി ഹിറ്റ് ചെയ്യുന്ന പാർട്ടിലൊക്കെ ഇറോഷൻസ് വരാം, നേരത്തെ പറഞ്ഞ പോലെ മൂവ്മെന്റ് വരാം, കാസ്റ്റിൻ്റെ മോൾഡ് സാൻഡിൻ്റെ മൂവ്മെന്റ് ഇറോഷൻസ്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇറോഷൻ ആൻഡ് ടർബുലൻസ്. So we have two methods. One is to have a higher pouring temperature or we can have a higher pouring rate. So both will create some problems. So what we have to do, we have to
മേക്ക് ആൻ ഒപ്റ്റിമം പോറിംഗ് റേറ്റ് അല്ലെ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ ഒപ്റ്റിമം പോറിംഗ് റേറ്റ്. അപ്പോൾ ഒപ്റ്റിമം ആയിട്ടുള്ള പോറിംഗ് റേറ്റ് എത്ര? എന്താണ്? ഇറോഷൻ ടർബുലൻസ് ഉണ്ടാവാനും പാടില്ല, ഈ പറയുന്ന ഫ്ലൂയിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഒരു ഒപ്റ്റിമം പോറിംഗ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. The optimum pouring rate is therefore a compromise taken to ensure that the entire mold cavity is filled before the start of solidification. സോളിഡിഫിക്കേഷന് മുമ്പിൽ തന്നെ, സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എല്ലാ മോൾട്ടൺ മെറ്റീരിയലും ക്യാവിറ്റിയിൽ ഫില്ല് ആവണം. ഓക്കെ. So to ensure that the entire mold cavity is filled before the start of solidification without causing erosion of mold surface and turbulence. ടർബുലൻസും ഇറോഷനും ഇല്ലാണ്ട് തന്നെ കംപ്ലീറ്റ് മോൾട്ടൺ മെറ്റീരിയലും ക്യാവിറ്റിയിലേക്ക് ഫില്ല് ആവാൻ തക്ക രീതിയിലുള്ള പോറിംഗ് റേറ്റ് ആണ് നമ്മൾ പറയുന്ന ഒപ്റ്റിമം പോറിംഗ് റേറ്റ്. ഓക്കെ. സോ ഫോളോയിങ് ആർ സം എംപിരിക്കൽ. അപ്പോൾ അതിനുള്ള രണ്ട് മൂന്ന് റിലേഷൻസ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, ശരിയല്ലേ? പോറിംഗ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ മെറ്റീരിയൽ. ഇപ്പോൾ സ്റ്റീൽ ആണെങ്കിൽ വേറെതായിരിക്കും, അലുമിനിയം ആണെങ്കിൽ വേറെതായിരിക്കും. കാരണം ഓരോന്നിനും സോളിഡിഫിക്കേഷൻ ഷ്രിങ്കേജ് ഫാക്ടർ ഒക്കെ ഡിഫറെൻ്റ് ആവും, സോളിഡിഫിക്കേഷൻ റേറ്റും ഡിഫറെൻ്റ് ആവും. ഫോളോയിങ് ആർ സം എംപിരിക്കൽ റിലേഷൻ ഫോർ എസ്റ്റിമേഷൻ ഓഫ് പോറിംഗ് ടൈം. ടി സഫിക്സ് 4 എന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യുക. ഗ്രേ കാസ്റ്റ് ചെയ്യണം, സ്റ്റീലിൻ്റെതും ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. അത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാം. T4 is equal to K into 1.41 plus small t by 14.59 into the wall bracket into root W. ഓക്കെ, അത് എപ്പോഴാണ്? വെൻ ദി W എന്ന മാസ് ഓഫ് ദ കാസ്റ്റിംഗ് ഇസ് ലെസ് ദാൻ 450 കിലോഗ്രാം ആയാൽ അത് ഉപയോഗിക്കും. ഇല്ലെങ്കിലോ T4 is equal to K into 1.236 plus T by 16.65 into the cube root of W. If W is greater than 450 കിലോഗ്രാമിനേക്കാളും കൂടുതൽ വെയിറ്റുള്ള കാസ്റ്റിംഗ് ആയാൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കും. ദിസ് ഈസ് ഡൺ ഫോർ ഗ്രേ അയൺ കാസ്റ്റിംഗ്സ് ഓൺലി. സ്റ്റീൽ കാസ്റ്റിംഗ്സ് ആയാലോ വി ആർ യൂസിങ് ദ സെക്കൻഡ് ഇക്വേഷൻ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തേർഡ് ഇക്വേഷൻ ആണ് സ്റ്റീൽ കാസ്റ്റിംഗ് ആയാലും നമ്മൾ യൂസ് ചെയ്യൽ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടേംസ് അതിൻ്റെ വേർ T4 is equal to pouring time, K is a fluidity factor, small t is the average thickness of casting and W is the mass of the casting. ഇപ്പോൾ average thickness ഒക്കെ നമ്മൾ mm-ലാണ് എടുക്കുന്നത്. പോറിംഗ് ടൈം നമുക്ക് കിട്ടുന്നത് സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാം. പ്രോബ്ലംസ് നമ്മൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നോക്കാം. ചെറിയ പ്രോബ്ലംസ് വരാം. നെക്സ്റ്റ് വൺ ഈസ് എ ചോക്ക് ഏരിയ. ഇത് വരുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് ചോക്ക് ഏരിയ. ഓക്കെ, ചോക്ക് ഏരിയ അതായത് നമ്മുടെ റൈസർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ചോക്ക് ഏരിയ. ചോക്ക് ഏരിയ മീൻസ് ഇറ്റ് ഈസ് ദ മെയിൻ കൺട്രോൾ ഏരിയ വിച്ച് മീറ്റേഴ്സ് ദ മെറ്റൽ ഫ്ലോ ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി. ഈ ചോക്ക് ഏരിയ പറയുന്ന ഏരിയ എവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബോട്ടം ഓഫ് ദ സ്ക്രൂ. ഇറ്റ് ഈസ് ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ദ സ്ക്രൂ. സ്ക്രൂവിൻ്റെ ഏറ്റവും താഴെ ബോട്ടത്തിലുള്ള ഏരിയ ഇല്ലേ, അതിനാണ് നമ്മൾ ചോക്ക് ഏരിയ പറയുന്നത്. ഇപ്പോൾ ചോക്ക് ഏരിയയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലേ ഈ മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഈ മെറ്റൽ ഫില്ല് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഡയമീറ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ. കൂടുതലാണെങ്കിൽ കൂടുതൽ ഫ്ലോ ചെയ്യാം, കുറവാണെങ്കിൽ കുറവേ ഫ്ലോ ചെയ്യാൻ വേണ്ടി വരും. സോ ചോക്ക് ഏരിയ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. It is nothing but the main control area. Normally choke area happens to be at the bottom of the screw. രണ്ട് പോയിന്റ് ഓർത്ത് നോക്കുക. So the first element to be designed in the gating system is the screw size and its proportions. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സ്ക്രൂ സൈസ് ആണല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയതൊക്കെ റൈസറിൻ്റെ ഡിസൈനെ സംബന്ധിച്ചാണ്. റൈസർ ഡിസൈനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പാണ് വേണ്ടത് പറഞ്ഞല്ലേ. റൈസറും സ്ക്രൂവും രണ്ട് സാധനങ്ങളാണ്, രണ്ടും സ്ക്രൂ പിൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. റൈസർ ഈസ് ഡിഫറെൻറ്റ്, സ്ക്രൂ ഈസ് ഡിഫറെൻറ്റ്. സ്ക്രൂ ഈസ് ദ പോറിംഗ് പാർട്ട്, റൈസർ ഈസ് ദി എവോൾവിങ് അല്ലെങ്കിൽ അതിലൂടെയാണ് അത് പൊങ്ങി വരുന്നതല്ല നമ്മൾ മോൾട്ടൺ മെറ്റീരിയൽ. ദാറ്റ് ഈസ് എ റിസർവോയർ പാർട്ട് റൈസർ. സ്ക്രൂ ഈസ് ദ പോറിംഗ് പാർട്ട്. ഓക്കെ, അത് മാറിപ്പോകരുത്. അപ്പോൾ അതിൻ്റെ ചോക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോറിംഗ് ടൈമും പോറിംഗ് റേറ്റും ഒക്കെയാണ് നോക്കുന്നത്. ചോക്ക് ഏരിയ ഈസ് ദി it is a control area. Choke area is nothing but the main control area. It comes in the happens to be at the bottom of the screw. Okay, the screw size and its proportions അതാണ് നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ. ഇപ്പോൾ രണ്ടെണ്ണം ഡിസൈൻ ചെയ്യുന്നുണ്ട്, സ്ക്രൂ ഡിസൈൻ ചെയ്യുന്നുണ്ട്, റൈസറിൻ്റെ നേരത്തെ പറഞ്ഞ റൈസറും ഡിസൈൻ ചെയ്തു. റൈസർ ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് കൊറിനോസ് മെത്തേഡും കെയ്ൻസ് മെത്തേഡും അല്ലെ, കെയ്ൻസ് റൂളും. ദിസ് ഈസ് ചോക്ക് ഏരിയ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സ്ക്രൂ. ഓക്കെ, the main advantage is in having screw bottom as the choke area is that proper flow characteristics are established early in the mold. ലോവർ പാർട്ടാണ് അതിൻ്റെ എടുക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ദ ചോക്ക് ഏരിയ ക്യാൻ ബി കാൽക്കുലേറ്റ് യൂസിങ് ദ ബെർണോളിസ് ഇക്വേഷൻ ആസ് എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ഡി ടി സി റൂട്ട് ഓഫ് 2GH. ഡി ടി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അല്ല, ഡി ഇൻറ്റു ടി ആണ്. ഡി ടി സി റൂട്ട് 2GH. എ ഇസ് ദ ചോക്ക് ഏരിയ, ഡബ്ല്യു കാസ്റ്റിംഗ് മാസ്, ടി പോറിംഗ് ടൈം, ഡി ഈസ് ഈക്വൽ ടു മാസ് ഡെൻസിറ്റി ഓഫ് ദ മോൾട്ടൺ മെറ്റൽ, G acceleration due to gravity, H is effective metal head, C is the efficiency factor. So equation by heart ചെയ്യുക. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും. ഓക്കെ.
നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചിൽസ്. ഓക്കെ, ഈ ടോപ്പിക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഒന്നെല്ലാവരും അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ചിൽസ് എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കും കൂടി ബാക്കിയുണ്ട്.